ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഹൈക്കോടതിയുടെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും സുപ്രധാനമായ ചില ഡയറക്ഷൻസും ഇന്നലെ വന്നു. ആസൂത്രിതമായ ഒരു കൊള്ള തന്നെയാണ് എന്ന് ഹൈക്കോടതി ഉറപ്പിച്ചു. ഗവൺമെൻറ് മെഷീനറി കൊള്ളയ്ക്കൊപ്പം കൂടി നിന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. ഗവൺമെൻറ് മെഷീനറികൾ കൊള്ളയ്ക്കൊപ്പം നിന്നെങ്കിൽ ആരൊക്കെയാണ് ആ ടോപ്പ് ബ്രാസിലുള്ള ആൾക്കാർ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിലേക്കാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എത്തിയിരിക്കുന്നത്. കാരണം ആസൂത്രിതമായി കൊള്ളയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്നവരുടെ പിന്തുണയില്ലാതെ നടക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അഷ്ടദിക്ക് പാലകരുടെ കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. സമൂലമായി ഹൈക്കോടതിക്ക് അവിടെ എന്താണ് നടന്നതെന്ന് കൃത്യമായ ബോധ്യം വന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മളെപ്പോലെയുള്ളവരൊക്കെ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൊള്ള ആസൂത്രിതമായ കൊള്ളയാണെന്നും അതിനത് ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ചു നടത്തിയ ഒരു കൊള്ളയാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. കാരണം SITയുടെ റിപ്പോർട്ടുകൾ ഹൈക്കോടതി രണ്ടാഴ്ച കൂടുമ്പം അത് മുഴുവൻ ശ്രവിക്കും, അവരെ പേഴ്സണലായിട്ട് കേൾക്കും. അങ്ങനെയാണ് ഹൈക്കോടതി ഈ അന്വേഷണം എവിടം വരെ എത്തിയിരിക്കുന്നു എന്നും അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഹൈക്കോടതി ഡയറക്ഷൻ അനുസരിച്ചാണോ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള പോക്കാണത്. അപ്പോൾ അഷ്ടദിക്ക് പാലകരുടെ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം. കാരണം കൊള്ള അവിടെ നടന്നിരിക്കുന്നു. കൊടിമരത്തിൻ്റെ കാര്യത്തിലും അന്വേഷണം വേണം. അതുപോലെ വാജീവാഹനം അത് അവിടെ തന്ത്രിയുടെ വീട്ടിൽ അത് വാജീവാഹനം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അവകാശി തന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അത് തന്ത്രിയുടെ വീട്ടിലുണ്ട്. അത് അവിടുന്ന് കണ്ടെടുക്കുകയും ചെയ്തു. അത് വാജീവാഹനത്തിൻ്റെ ഭാരം 10 കിലോ 680 ഗ്രാമാണ്. ഏകദേശം 10.5 കിലോ അല്ലെങ്കിൽ 11 കിലോ അടുത്താണ് അതിൻ്റെ തൂക്കം. പക്ഷേ അതിൽ വലിയ തോതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, അല്ല സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും അവിടെ തന്നെ സ്വർണ്ണമുണ്ട്. അത് ഇയാൾക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞാൽ സ്വർണം അടിച്ചു മാറ്റാൻ തന്നെയാണ്, അത് തന്ത്രിക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഒരു പാരമ്പര്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം മനസ്സിലാവും. കാരണം അതിൽ സ്വർണ്ണമുണ്ട്. രാസപരിശോധനാ ഫലം VSSCയുടെ പുറത്ത് വന്നിരിക്കുന്നു. സുപ്രധാനമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് അതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു. നിലവിലെ പാളിയുടെ VSSCയിലെ പരിശോധനയിൽ നിന്ന് അത് നിക്കൽ, അക്രിലിക്, പോളിമർ എന്നിവയുടെ അടുക്കുകൾ കാണുന്നുണ്ട്. യഥാർത്ഥ പാളിയിൽ എന്നാൽ അതില്ല. അവരുടെ യഥാർത്ഥ പാളി സാമ്പിള് അവർ അവിടുന്ന് ശേഖരിച്ച് VSSCയിൽ കൊടുത്തത് അതിനകത്ത് നിക്കൽ, അക്രിലിക്, പോളിമർ എന്നിവയുടെ അംശങ്ങളുമില്ല, അടുക്കുകളുമില്ല. അവിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇവയുടെ അഭാവത്തിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അത്രയും സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ 3 ലോഹങ്ങളൂടെ ചേർത്ത് അതിൻ്റെ പുറത്താണ് ഇപ്പം പൂശിയിരിക്കുന്നതെന്ന് കണ്ടെത്തി. യഥാർത്ഥ കള്ളത്തരം എന്താണെന്ന് ഇപ്പം ബോധ്യപ്പെട്ടു. അവിടുന്ന് അടിച്ചു മാറ്റുന്ന ധാരവാല ശില്പങ്ങളുടെ പാളികൾ, അല്ലെങ്കിൽ അവിടുത്തെ വാതിലിൻ്റെ അല്ലെങ്കിൽ പടിയുടെ പാളികൾ, ആ പാളികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് പകരം പാളികൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ചെമ്പിൽ തീർത്ത് അവിടെ പുറത്ത് അല്പം സ്വർണം പൂശി കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ്. അത് ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും അതിന് മങ്ങലുണ്ടാവും. വീണ്ടും പൂശാനുള്ളൊരവസരം മറ്റുള്ള പുതിയതായിട്ട് വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കമ്മിറ്റിക്കാർക്കും ഒക്കെ അവസരം ലഭിക്കാനും പണം സമ്പാദിക്കാനും ഒരു മാർഗമായിട്ടാണ് 1998 മുതൽ ശബരിമലയിലെ ഈ കൊള്ള നടക്കുന്നത്. ഹൈക്കോടതി അതുകൊണ്ടാണ് പറഞ്ഞത് 98 മുതൽ 2025 വരെ 2 ഡെക്കേഡിൻ്റെ അന്വേഷണം വേണം. ഹൈക്കോടതി തുടങ്ങി വെച്ചത് നമുക്കറിയാം. ധാരവാലക ശില്പത്തിലെ സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ തുടക്കം. അത് പെട്ടെന്ന് തീരും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനല്ല. ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ചിട്ട് ആസൂത്രിതമായ ഒരു കൊള്ള തന്നെയാണ് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നു. അന്വേഷണത്തിൽ അത് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങളും. ഡിഫാൽക്കേഷൻ തിരിമറി നടത്തിയിരിക്കുകയാണ്. ഡിഫാൽക്കറ്റഡ് മണി, അതാണ് ആ തിരിമറി. അതൊരു സർക്കാരിൻ്റെ മെഷീനറിയിൽ
കംപ്ലീറ്റ് പണം അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 13 പേരെയോളം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. 5 പേരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. ഗവൺമെൻറ് മിഷനറിയിലേക്ക് അവരും കൂടെ ചേർന്നാണ് കൊള്ള നടത്തിയെന്ന് പറയുമ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച മന്ത്രിമാർക്കും തീർച്ചയായിട്ടും അത് ബാധകമാണ് എന്നാണ് അതിൻ്റെ ധ്വനി. ആ രീതിയിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകും. 98 മുതൽ ശബരിമലയെ മോഷ്ടിക്കാൻ വന്ന ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വന്നവരെല്ലാവരും അറസ്റ്റിലേക്ക് നീങ്ങും. അത് ജയിലിലോട്ട് തന്നെ പോകും. ഇതിനെല്ലാം കൺവിഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണത്തിന് നേരത്തെ ചില തർക്കങ്ങളൊക്കെ പലരും ഹൈക്കോടതിയിലെ ജാമ്യം ലഭിക്കാൻ വേണ്ടി വാദഗതിയിൽ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടു. കാരണം അവിടെ ഉണ്ടായ പൂശിയെന്ന് പറയുന്ന സ്വർണത്തിന് തെളിവില്ല, അതിന് മകസറില്ല, അതിന് കണക്കില്ല. അത് അവിടുത്തെ വൗച്ചറിലോ അല്ലെങ്കിൽ അവിടുത്തെ രേഖയിലോ അല്ലെങ്കിൽ അവിടുത്തെ മിനിറ്റ്സ് ബുക്കിലോ എങ്ങും ഇല്ല എന്നൊരു വാദഗതി. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വാദഗതി റെസ്റ്റ് ജസ്റ്റ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. കാരണം കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് 1998 വിജയമല്ലി അവിടെ സ്വർണം കൊണ്ടുവന്നതും സ്വർണം പൂശിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അത് കോടതി രേഖയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജാമ്യം ലഭിക്കുമെന്ന് ആരും കരുതരുത്. അതിനുള്ള സാധ്യതകൾ മങ്ങിപ്പോയിരിക്കുന്നു. കാരണം ഈ 90 ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ നിയമ നടപടികളനുസരിച്ച് 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രതിക്കായാലും കൊലക്കേസ് പ്രതിക്കായാലും ശരി അവർക്ക് ജാമ്യം ലഭിക്കും. ഏത് കൊള്ള നടത്തിയാലും ജാമ്യം ലഭിക്കാനുള്ള ഒരു റൈറ്റ് ആവും. പക്ഷേ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇത്രയും വലിയൊരു കോടതിയുടെ ഒരു കൊള്ള നടത്തിയിട്ട് കോടതി ജാമ്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 90 ദിവസമൊക്കെ ഒരു കേസിനകത്ത് ജാമ്യം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സംഭവം ഇതങ്ങനല്ലൊരു വ്യാപകമായി ആ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ മിക്കവാറും ഉള്ളവരും ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് പണം അടിച്ചു മാറ്റുന്നതാണ് ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നിരീക്ഷണം ഉള്ളതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഇനിയുള്ള കാലത്ത് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത വളരെ വിരളമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അറസ്റ്റ് ചെയ്തവരൊക്കെ തീർച്ചയായിട്ടും റിമാൻഡിൽ തന്നെ വർഷങ്ങളോളം കിടക്കും. ഫെബ്രുവരി മാസത്തോടെ ഇതിൻ്റെ കുറ്റച്ചാർജ് പൂർത്തിയാക്കി കൊടുക്കും. ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ആദ്യത്തെ കേസിനകത്ത് കുറ്റച്ചാർജ് കൊടുക്കട്ടെ, രണ്ടാമത്തെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇതിനോട് അനുബന്ധിച്ച് ധാരാളം കേസുകൾ ഓരോ കാലഘട്ടത്തിലും നമുക്കറിയാം. ഒരു കേസെടുക്കുന്നത് ഒരു ദിവസം നമുക്കൊരു കേസുണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് മറ്റൊരു കേസുണ്ടാക്കിയാൽ രണ്ടും 2 എഫ്ഐആർ എടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു ഇൻസിഡൻറ്റിന് ഒരു ദിവസത്തിനകത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിന് ഒരു എഫ്ഐആറിൽ ലിമിറ്റ് ചെയ്ത് നിർത്തും. അതേസമയത്ത് ഇതുപോലെയുള്ള വ്യാപകമായ കൊള്ള 10, 25, 26 വർഷം നടന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തിനും എങ്കിലും മിനിമം ഒരു കേസെങ്കിലും വേണ്ടി വരും. 26. അതുകൊണ്ട് എഫ്ഐആറിൻ്റെ നമ്പർ കൂടും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ധാരാളം പേര് ഇതിനകത്ത് SITക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള നടപടിയിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്. അവർ കോടതിയുടെ അനുവാദത്തോടു കൂടി ഗവൺമെൻറ്റിലേക്ക് അവർ പുതിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ചില ഉദ്യോഗസ്ഥന്മാരെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോഴേതായാലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് NRI സെല്ലിൻ്റെ DYSP ശ്രീകാന്തിനെ ഈ അന്വേഷണ സംഘത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് റൂറൽ ചെമ്പോല ഇൻസ്പെക്ടറായ സേതുനാഥ് നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് പേരും പെരുമയും ലഭിച്ചയാളാണ്. ഇവർ രണ്ടുപേരും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പേരും പെരുമയും ഉള്ളതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഇപ്പോൾ SITയോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതിനുള്ള ഓർഡേഴ്സ് ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അന്വേഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വേണം. കാരണം വ്യാപകമായ അന്വേഷണം പെട്ടെന്ന് നടത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ ഈ കേസിൻ്റെ അടുത്ത മാസത്തിൽ അവസാനത്തോടെയെങ്കിലും ഈ കേസിൻ്റെ ആദ്യത്തെ ഒരു കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതികൾക്ക് ആ കേസിൻ്റെ ട്രയൽ തീർന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് കേസ് വെറുതെ വിട്ടുപോയെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അതുവരെ ജയിലിൽ കിടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.